ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ലെവർകൂസൻ വേഴ്സസ് ആഴ്സണൽ മാച്ചിൽ ഡ്രോ ആയിരുന്നുണ്ടായിരുന്നു. ആക്ച്വലി പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെല്ലാം ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, റൗണ്ട് ഓഫ് സിക്സ്റ്റി വന്നപ്പോൾ മൊത്തത്തിലും ടൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു 89-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയാണ് അവിടെ ആഴ്സണലിനെ രക്ഷിച്ചത് സമനിലയാക്കാൻ വേണ്ടി. അത് ആഴ്സണൽ ഓൾറെഡി ജയിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടൈമായിരുന്നു. പിന്നെ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു, അതിന്റെ പ്രഷറും ഉണ്ട്. സെക്കൻഡ് ലെഗ് എന്തായാലും ആഴ്സണൽ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ബട്ട് ഇന്നലെ PSG വേഴ്സസ് ചെൽസി മത്സരത്തിൽ നമ്മൾ പറഞ്ഞിട്ട് PSG ഇന്നലെ 5 ഗോൾ അടിച്ചു. പ്രത്യേകിച്ച് പറയാണ്ട് ഖവാച്ചോ ഖവാറ്റ്സ്ഖേലിയൻ്റെ കാര്യമാണ്. 2 ഗോളാണ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പുള്ളി സ്കോർ ചെയ്തത്. എക്സ്പെഷ്യലി അത് എടുത്തു പറയേണ്ട കാര്യമാണ്. 5-2. പിന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി, അത് കഴിഞ്ഞ് മതി. റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി മത്സരത്തിൽ 3-0 റയൽ മാഡ്രിഡ് ജയിച്ചു. അതെ, വാൽവർദെ 3 ഇട്ട്. ഫെഡറിക്കോ വാൽവർഡയുടെ ഹാട്രിക്. സെക്കൻഡ് ലെഗ് നോക്കണ്ട, സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് സിറ്റിയുടെ ഹോമിലാണ് മാച്ച്. പിന്നെ പെപ്പാണ്, ഒന്നും തീർന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ റയൽ മാഡ്രിഡ് ആണ്. സെക്കൻഡ് ലെഗിൽ നല്ലൊരു ഫൈറ്റ് കാണാം, അടിപൊളിയായിരിക്കും. ഞങ്ങള് പറയുന്നത് കേട്ടത് ഞങ്ങൾ തോറ്റ പോലെ ഉണ്ട്. സമനിലയാണ്. പിന്നെ അടുത്ത ഞങ്ങള് ക്യാമ്പിനോന്നാണ് മാച്ച്, അത് മറക്കണ്ട. ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ കാണാനുള്ള സാധ്യതകൾ ഇങ്ങനെ അതിനെ ബാധ്യത കഴിക്കണ്ടേ, അത് വേണം. അതില്ലാതെ പറഞ്ഞിട്ട് കാര്യം. എന്റെ പേടി ഇപ്പൊ അടുത്ത ലെഗിൽ സിറ്റി അടിക്കുമെന്നാ, അടിച്ചു കൊടുക്കുന്നുള്ളൊരു പേടിയുണ്ട്. ആരടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വേറെ കാര്യം, ഫസ്റ്റ് ഹാഫിൽ വന്ന 3 ഗോളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് സിറ്റി ഒന്ന് പ്രഷർ ചെയ്തു, ഒരു താളം കണ്ടെത്തി. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പോയി. അതെ, എല്ലാം പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്നും തീർന്നിട്ടില്ല. സെക്കൻഡ് ഹാഫ് മൊത്തം ബസ് പാർക്കിംഗ് ആയിരുന്നു. സോ ഫുള്ളി ഡിഫൻസിലേക്ക് തിരിഞ്ഞു. കാരണം ആ 3 ഗോളിൽ നിന്ന് കൂടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലൈൻ. അതെ, ഒന്നും അടി നോക്കി. അടുത്ത ബോഡോ ഗ്ലിംറ്റിന്റെ കാര്യം പറയും. സ്പോർട്ടിംഗ് വേഴ്സസ് ബോഡോ ഗ്ലിംറ്റ്. അതെ, ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ്. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, വിനി ഇന്നലെ പെനാൽറ്റി കൈ കിട്ടെടുത്തു. ആ കാര്യം തീർന്നല്ലേ പറഞ്ഞത്? അല്ല, ഇത് പറയണല്ലോ ഒരു കാര്യം പറയുമ്പോ. അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ തീർന്നത്. പക്ഷേ വിനീഷ്യസ് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓർക്കണം. ബോഡോ ഗ്ലിംറ്റിന്റെ കാര്യത്തിലേക്ക് നമുക്ക് ബോഡോ ഗ്ലിംറ്റ് സ്പോർട്ടിംഗ് 3 ഗോളുകൾ. അതെ, ഒരു ചെറിയ ക്ലബ്, ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചത്. നോർവേ എന്നുള്ള ചെറിയ ക്ലബ്ബാണ്. അവർ വന്ന വരവെന്ന് പറയുന്നത് ഒരു 50,000 ആൾക്കാർ മാത്രം നിൽക്കുന്ന ഒരു സ്പേസ് എന്നാണ് ഈ ഒരു ചരിത്രം സൃഷ്ടിച്ചത്. നോർവേ പ്ലേയേഴ്സ് കുറെ പേരുള്ള ക്ലബ്ബും കൂടാണ്. അപ്പൊ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഗെയിം ക്വാളിറ്റിയിൽ സംശയമൊന്നുമില്ല, നല്ല ഗെയിം തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. മാഡ്രിഡിന്റെ അടുത്ത് നല്ല ഇതുണ്ടല്ലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.